James 3:5. Likewise, the tongue is a small part of the body, but it makes great boost. Consider what a great forest is set on fire by a small spark. ഇനി മലയാളം നിർത്തി വായിച്ചേ. അങ്ങനെ തന്നെ നാവും, നമ്മുടെ ഓരോരുത്തരുടെ നാവും ചെറിയ അവയവങ്ങളാണ്. നാവെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഇതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ അവയവമാണ്. പക്ഷെ ആ നാവ് കൊണ്ട് ഏറ്റവും വലിയ വമ്പ് പറയുന്ന ഒന്നാണ്. എന്ന് വെച്ചാൽ ചെറുതാണെങ്കിലും ചെറുതാണെങ്കിലും പ്രവൃത്തിയോ എല്ലാവരെയും കൊല്ലുന്ന പരിപാടികൾ ആ നാവിൽ നിന്നുണ്ട്. എല്ലാവരെയും ദുഷിപ്പിക്കുന്ന പരിപാടി ആ നാവിൻ്റെ തുമ്പത്തുണ്ട്. എല്ലാവരെയും വെറുപ്പിക്കുന്ന കാര്യങ്ങൾ ആ നാവിൻ്റെ തുമ്പത്തുണ്ട്. അപ്പം നാവ് എന്ന് പറഞ്ഞാൽ ചെറുതെന്ന് പറഞ്ഞാൽ ഈസി മട്ടിൽ കളയേണ്ട കാര്യമല്ല. അത് പലതും പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ നാവും നമ്മുടെ സൂക്ഷിക്കണം. മറ്റവരുടെ നാവ് നമ്മുടെ അടുത്ത് വരുമ്പോൾ ഈ ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോയി നമ്മൾ നിന്ന് കൊടുക്കരുത് അത് കേൾക്കാൻ. അവിടെ അവർ ശരിയല്ല എന്ന് നമുക്ക് മുൻബോധ്യമുണ്ടെങ്കിൽ ആ പരിസരത്തെ പോകേണ്ട കാര്യമില്ല. ആ നാവിൽ നിന്ന് നമുക്ക് കേൾക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ അവിടെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നത്? അതുകൊണ്ട് അവിടെ നിന്ന് മാറണം. ലൈക്ക് വൈസ് ദ ടങ് ഇസ് സ്മോൾ പാർട്ട് ഓഫ് ദ ബോഡി, ബട്ട് ഇറ്റ് മേക്സ് ഗ്രേറ്റ് ബോസ്റ്റ്. കൺസിഡർ വാട്ട് എ ഗ്രേറ്റ് ഫോറസ്റ്റ്. പിന്നെ അടുത്ത മലയാളം എന്താ വായിച്ചേ? ചെറിയൊരു തീപ്പെട്ടി വെച്ചൊരു ചെറിയ തീ ഒരു കാടിൽ ഒരു ഉണങ്ങിയ ഇലയിൽ കത്തിച്ച് കൊടുത്താൽ അത് ആ കാട് മുഴുവൻ നശിപ്പിക്കാം. അതുപോലെയാണ് നാവൻ ചെറുതാണെങ്കിലും അത് കംപ്ലീറ്റ് ഒരു വ്യക്തിയെ നശിപ്പിക്കുകയോ ഒരു കുടുംബത്തിനെ നശിപ്പിക്കുകയോ ഒരു സഭയെ നശിപ്പിക്കുകയോ ഒരു ദേശത്തിന്, ഒരു പട്ടണത്തിന്, ഒരു ഗ്രാമത്തിന് കംപ്ലീറ്റ് അങ്ങ് നശിപ്പിക്കാൻ ഒരു നാവ് വിചാരിച്ചാൽ മതി. കൺസിഡർ വാട്ട് എ ഗ്രേറ്റ് ഫോറസ്റ്റ് സെറ്റ് ഓൺ ഫയർ ബൈ എ സ്മോൾ, ഒരു ചെറിയ കത്തിക്കാൻ വേണ്ട ഒരു ചെറിയ ഒരു തീപ്പൊരി വീണാൽ മതി, അത് കത്തും. അപ്പോൾ രണ്ടിൻ്റെ എക്സാമ്പിൾ നമ്മളൊന്ന് വ്യക്തമായിട്ട് ഇതിൽ പറയുമ്പോൾ ഒന്ന് ഗ്രഹിച്ചാൽ മതി. അപ്പോൾ ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടായാൽ ഇത്രയും വലിയ കാട് നശിച്ചു പോകണം. ഏക്കർ കണക്കിന് മൈൽ കണക്കിന് കാടുകൾ നശിച്ചു പോകണം. അപ്പോൾ അതിൻ്റെ കൂടെ ഈക്വലായിട്ടാണ് നാക്കിനെ പറ്റി പറയണമെങ്കിൽ അപ്പോൾ ആ നാക്ക് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ നാക്ക് നമ്മൾ കൺട്രോൾ ചെയ്താൽ പോരെ. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതാണ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ നാക്ക് കൊണ്ട് നമ്മൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളത് പറയുന്നുണ്ട്. കാരണം ഉള്ളിൻ്റെ അകത്തുള്ള കോപവും ദൂഷ്യം ശാഠ്യവും എല്ലാം ഉള്ളത് മുഴുവൻ നാവിൻ്റെ ഇതിൽ വരും. ചിലപ്പോൾ വാക്കുകൾ പുസ്തകത്തിൽ പേപ്പറിൽ എഴുതി തരുന്ന സോഫ്റ്റ് ആയിരിക്കും, പക്ഷെ അത് പ്രസൻറ്റേഷനിൽ ഭയങ്കര കടുപ്പമുള്ളതുമായിരിക്കും. അതാണ് നാവ് ഉണ്ടാക്കുന്നത്. നമ്മളൊരു ഞാൻ എപ്പോഴും പറയും, നമ്മളൊരു ഡാ എന്ന് ഒരു പേപ്പറിൽ എഴുതിയാൽ അതിനൊരു പ്രത്യേകത ഒന്നുമില്ല. നമ്മളൊരു വ്യക്തിയെ വിളിക്കുകയാണ് ഡാ എന്ന് വിളിച്ചു തരുന്നാലും കുറച്ചുകൂടെ ഇതായിട്ട് ഡാ എന്ന് പറഞ്ഞു തരുന്നാൽ അത് കുറച്ചുകൂടെ കടുപ്പമേറിയത് കണക്കാവും. അപ്പോൾ ഈ ഒറ്റ ഒരു വാക്ക് തന്നെയാണ് പല വിധത്തിൽ അത് ഉപയോഗപ്പെടും. അപ്പോൾ ഈ വാക്കുകൾ എങ്ങനെ വരുന്നത്? പേപ്പറിൽ എഴുതിയതിന് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ വലിപ്പം വന്നില്ല, പക്ഷെ നമ്മുടെ നാവിൻ്റെ തുമ്പത്തിൽ നിന്ന് വരുന്ന രീതി അനുസരിച്ചാണ് അതിന് പ്രോബ്ലം വരുന്നത്. നമുക്കതിൻ്റെ ഒന്നാമത്തെ വാക്യം മുതൽ വായിക്കാം. നോട്ട് മെനി ഓഫ് യു ഷുഡ് ബിക്കം ടീച്ചേഴ്സ്. നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെല്ലാം നെളിഞ്ഞു നിന്ന് ടീച്ചർമാരാവരുത്. എന്ന് വെച്ചാൽ എല്ലാവരെയും പഠിപ്പിക്കുന്ന രീതിയിലാവരുത്. എല്ലാവരെയും ആ ഭാഗം മലയാളം എന്താണ് പറയുന്നത്? അതല്ല, നിങ്ങളിൽ അധികം ഉള്ളവർ ഉപദേഷ്ടാക്കന്മാരാവരുത്. ചിലവർ എല്ലാത്തിനും കയറി കൈയടത്തും, എല്ലാത്തിനും ഉപദേശിക്കാൻ വേണ്ടി വരും. അവർ പറയുന്നത് എന്താണെന്ന് അവർക്ക് തന്നെ അറിഞ്ഞൂടാ. പക്ഷെ അവർ വിചാരിക്കുന്നത് അവർ പറയുന്നത് കറക്റ്റ് എന്നാണ്. അവർ ഊഹിക്കുന്നത് ലോകത്തിൻ്റെ ഇമ്പത്തിൽ കയറിയ കാര്യങ്ങളാണ് വച്ചിട്ട് അളക്കുന്നത്. പക്ഷെ മറു സൈഡ് നിൽക്കുന്ന വ്യക്തി ആത്മീയനാണെങ്കിൽ ഈ ലോകത്തിൻ്റെ ഇതിലല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലല്ല നിൽക്കുന്നത്. അതുകൊണ്ട് തിരിച്ച് അറിയാതെ നമ്മൾ എല്ലാത്തിനും നമ്മൾ തന്നെ നേതാവ്, നമ്മൾ തന്നെ എല്ലാം അറിയാവുന്ന ഭാവത്തിൽ പറയുകയാണെങ്കിൽ തെറ്റും.
നോട്ട് മെനി ഓഫ് യു ഷുഡ് ബിക്കം, നിങ്ങളിൽ പലരും ടീച്ചർമാരാവരുത്, ഉപദേഷ്ടാക്കളാവരുത്, എല്ലാവരെയും പഠിപ്പിക്കുന്ന രീതിയിലാവരുത് എന്ന് വ്യക്തമായിട്ട് ഒന്നാമത്തെ വാക്യം പറയുന്നു. മൈ ഫെലോ ബിലീവേഴ്സ്, ആരുടെ അടുത്താണ് പറയുന്നത്? എൻ്റെ കൂടെ നടക്കുന്ന വിശ്വാസികൾ എന്ന് പറയുന്ന വ്യക്തികളുടെ അടുത്താണ് പറയുന്നത്. അപ്പോൾ എൻ്റെ കൂടെ നടക്കുന്ന ആ വിശ്വാസികൾ എന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ അടുത്താണ് പറയുന്നത്, നിങ്ങളിൽ ആരും എല്ലാവരും ടീച്ചറാവരുത്, എല്ലാവരും ഉപദേശിക്കേണ്ടവരല്ല, എല്ലാവരും ഉപദേശിക്കുന്ന രീതിയിലല്ല പോകേണ്ടത്. അവരെല്ലാം വചനമായിരിക്കും പറയുന്നത്, പക്ഷെ ഇവിടെ വാർണിംഗ് ചെയ്യാണ്, അതിൽ ദൂഷ്യമുണ്ട്. ബിക്കോസ് യു നോ ദാറ്റ് വി ഹു ടീച്ച് വിൽ ബി ജഡ്ജ്ഡ് മോർ സ്ട്രിക്ട്ലി. നിങ്ങൾക്കറിയാമല്ലോ, ബിക്കോസ് യു നോ, നിങ്ങൾക്കറിയാമല്ലോ ദാറ്റ് വി ഹു ടീച്ച്, ആരാ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അവർ പഠിപ്പിക്കുന്നവരാണ് കൂടുതൽ ശിക്ഷാവിധിയിൽ അകപ്പെടുന്നത്. കാരണം അവരെ ശോധന ചെയ്യുന്നത് കൂടുതൽ സ്ട്രിക്റ്റായിട്ടാണ്. നീ ഇതൊക്കെ അല്ല പഠിപ്പിച്ചത്, ഇതൊക്കെ പഠിപ്പിച്ചിട്ട് എന്തെന്ന് നിന്നിലത് കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ ശിക്ഷാവിധി ആ പഠിപ്പിച്ച ആൾക്കാർ പ്രോബ്ലം വരുന്നത്. അതുകൊണ്ട് കൂടുതൽ പഠിപ്പിക്കരുത്, എല്ലാവരും പഠിപ്പിസ്റ്റ് ആവരുത് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നത്തെ ദിവസം പറയുന്നു. രണ്ടാമത്തെ വാക്യം, വി ഓൾ സ്റ്റംബിൾ ഇൻ മെനി വേസ്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോണ്. നമ്മളെല്ലാം അറിയാമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും കാര്യങ്ങളെല്ലാം നമ്മൾ പോണു, എല്ലാത്തിലും നേതാവായിട്ട് നിൽക്കുകയും ചെയ്യും. പക്ഷെ ആ പറയുന്ന വ്യക്തിയും പലതിലും തെറ്റിപ്പോന്നു. ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അടുത്തും പറയുന്നത് അത് തന്നെയാണ്. നമ്മളെല്ലാത്തിനും ഫസ്റ്റാണ്, കാര്യമാണ് എന്നൊക്കെ സംഭവിച്ചു പോകുന്നു. പക്ഷേ നമ്മൾ പലതിലും തെറ്റിപ്പോകുന്നുണ്ട്. നമ്മൾ പറയുന്ന സമയത്ത് ശരിയെന്ന് നമുക്ക് തോന്നും, പക്ഷെ കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വരുന്ന സമയത്താണ് അറിയുന്നത് നമ്മൾ പറഞ്ഞത് തെറ്റിപ്പോയി. അല്ലെങ്കിൽ ആ കേട്ട വ്യക്തി പറയണം അത് എടുക്കേണ്ടിയില്ലായിരുന്നു, നമ്മൾ ആ വ്യക്തി ശുശ്രൂഷകനാണ് അല്ലെങ്കിൽ പ്രവാചകനാണ് എന്ന് വിചാരിച്ചാൽ അത് എടുത്തു, പക്ഷെ നമ്മൾ തെറ്റിപ്പോയി. അതുകൊണ്ട് സൂക്ഷിക്കണം. വി ഓൾ സ്റ്റംബിൾ, നമ്മൾ പലരും അങ്ങനെ തെറ്റിപ്പോകുന്നു. ഇൻ മെനി വേസ്, പല വിധത്തിലും നമ്മൾ തെറ്റിപ്പോകുന്നു. എനിവൺ ഹു ഇസ് നെവർ അറ്റ് ഫോൾട്ട് ഇൻ വാട്ട് ദേ സേ ഈസ് പെർഫെക്റ്റ്. ആ മലയാളം വെച്ചാൽ ഒരുത്തൻ വാക്കിനാൽ തെറ്റാതിരുന്നാൽ, വാക്ക് കൊണ്ട് സംസാരിക്കുന്ന വാക്ക് കൊണ്ട് തെറ്റാതിരുന്നാൽ അവൻ പൂർണ്ണമായിട്ട് ശരി എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ വാക്ക് കൊണ്ട് എന്ന് പറയുന്നതെല്ലാം, ഈ പറച്ചിലെന്നെല്ലാം പറയുന്നതെല്ലാം നാവ് കൊണ്ടാണ്. അപ്പോൾ വാക്ക്, നമ്മളൊരു വാക്ക് ഉപയോഗിച്ചു അല്ലെങ്കിൽ അതെല്ലാം പറയുന്നതെല്ലാം നാവിൽ കൂടെയാണ് വരുന്നത്. ആ നാവ് കൊണ്ട് തെറ്റാതെ ഇരുന്നാൽ അവൻ പൂർണ്ണനാണ്. എനിവൺ ഹു ഇസ് നെവർ അറ്റ് ഫോൾട്ട് ഇൻ വാട്ട് ദേ സേ ഈസ് പെർഫെക്റ്റ്. അവൻ പെർഫെക്റ്റ് എന്നാണ്, അവൻ തെറ്റുള്ളവനല്ല. ഏബിൾ ടു കീപ് ദ ഹോൾ ബോഡി ഇൻ ചെക്ക്, അവൻ്റെ പൂർണ്ണമായ ശരീരവും പൂർണ്ണതയിൽ തന്നെ നിർത്താൻ അവന് പറ്റും. നാവ് കൊണ്ട് തെറ്റ് ചെയ്യാത്തവൻ അവൻ്റെ നാവ് കൊണ്ടും അവൻ്റെ ശരീരം കൊണ്ടും പൂർണ്ണതയിൽ എത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നാവ് അവിടെ തെറ്റുകൾ, നാവ് കൊണ്ട് തെറ്റിത്തീരുന്ന ശരീരവും നാശമാവും. അവൻ്റെ നാവ് കൊണ്ട് കേൾക്കുന്നവരെ നാശക്കോട്ടയിലാക്കും, അവനും നാശത്തിൽ വരും. കാരണം നാളെ ഒരു സമയത്ത്, വിധിന്യായ സമയത്ത് ആ ചോദ്യം തന്നെ അവിടെ വരുമ്പോൾ നിനക്ക് ഉത്തരം പറയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ എത്തുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നത്തെ ദിവസം പറയുന്നു. മൂന്നാമത്തെ വാക്യം, വെൻ വി പുട്ട് ബിറ്റ്സ് ഇൻ ടു ദ മൗത്ത്സ് ഓഫ് ഹോഴ്സസ് ടു മേക്ക് ദം ഒബേ us. അവ കുതിര നമ്മളൊരു ഒരു ഇരുമ്പ് ഇത് മൂക്കിൽ കൂടെ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു ചരടും കൂടെ വെച്ച് വലിച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്ന കുതിര. എത്ര പവറുള്ള കുതിരയാണെങ്കിലും നമ്മൾ അതിനെ വലിച്ചാൽ അത് കുതിര അവിടെ നിർത്താം. അപ്പോൾ ഇവിടെ പറയുന്നത് വെൻ വി പുട്ട് ബിറ്റ്സ് ഇൻ ടു ദ മൗത്ത്സ് ഓഫ് ഹോഴ്സസ്, കുതിരയുടെ വായിലും കൂടെ മൂക്കിൽ കൂടെ അങ്ങനെ ഒരു കയറ് കെട്ടി എടുക്കുകയാണെങ്കിൽ അതിനെ അനുസരിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്തു വച്ചിരിക്കുന്നത്. വി ക്യാൻ ടേൺ ദ ഹോൾ ആനിമൽ, ആ പൂർണ്ണമായിട്ടുള്ള മൃഗത്തിനെ അതിന് തിരിക്കാം, നമ്മുടെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഡയറക്റ്റ് ചെയ്യാം. നമ്മുടെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ലെഫ്റ്റ് പോകണമെങ്കിൽ ലെഫ്റ്റ് പോകാം, റൈറ്റ് പോകണമെങ്കിൽ റൈറ്റ് പോകാം, നിർത്തണമെന്ന് വെച്ചാൽ നിർത്താം. അപ്പം അതല്ല, ആ ഒറ്റ ഒരു ചരട് അല്ലെങ്കിൽ ഒരു കയറ്
ആ മൂക്കിൽ കൂടെ വെച്ചിട്ട് ആൾക്കാർ കുതിര ഓട്ടിക്കുമ്പോൾ അതിൽ ചരട് അവരുടെ കയ്യിലൊരു ചണമുണ്ട്, അത് പിടിച്ചുകൊണ്ട് കയറുണ്ട്, അത് പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, അതിനാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അത്രയും പവറുള്ളൊരു കുതിരയെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ അതിനേക്കാളും ഇതാണ് നമ്മുടെ നാവ് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് പറ്റും. പക്ഷെ നാവിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ നമ്മൾ അറിഞ്ഞോടാതെ എല്ലാം അറിയാവുന്ന ഭാവത്തിൽ നാവ് കൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ നീയും നശിക്കും, കേൾക്കുന്നവരെയും നശിപ്പിക്കുമെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നത്തെ ദിവസം പറയുന്നത്. വി ക്യാൻ ടേൺ ദ ഹോൾ ആനിമൽ. 4ാമത്തെ വാക്യം. ഓർ ടേക്ക് ഷിപ്സ്, അല്ലെങ്കിൽ നമുക്ക് കപ്പൽ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. ആസ് എൻ എക്സാമ്പിൾ, ഓൾദോ ദേ ആർ സോ ലാർജ്, ആ കപ്പലെന്ന് പറയുന്ന സാധനം ഏറ്റവും വലുത് കണക്ക് തോന്നും. ആൻഡ് ഡ്രിവൺ ബൈ സ്ട്രോങ് വിൻസ്, എന്നിട്ടും അത് സ്ട്രോങ് ആയിട്ടുള്ള കാറ്റിനാൽ അത് ഉലയപ്പെടും. ദേ ആർ സ്റ്റിയർഡ് ബൈ വെരി സ്മോൾ റബ്ബർ. മലയാളം വായിച്ച് 4ാമത്തെ. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അപ്പോൾ കപ്പൽ വലുതാണ്, അത് കാറ്റ് ഏത് ദിശയിലടിച്ച് അതിനെ കൺട്രോൾ തെറ്റിച്ചാലും ക്യാപ്റ്റന് ചെറിയൊരു സ്വിച്ചോ കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു എക്സാമ്പിളുകൾ പറയാണ് ഇവിടെ. ഇപ്പോൾ 2-3 എക്സാമ്പിളായി. ഓൾദോ ദേ ആർ സോ ലാർജ് ആൻഡ് ആർ ഡ്രിവൺ ബൈ സ്ട്രോങ് വിൻഡ്സ്, ദേ ആർ സ്റ്റിയർഡ് ബൈ എ വെരി സ്മോൾ റബ്ബർ, വാട്ട് എവർ ദ പൈലറ്റ് വാണ്ട്സ് ടു ഗോ. അപ്പോൾ ആ പൈലറ്റ്, ആ ക്യാപ്റ്റൻ എവിടെ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ ആ കപ്പലിനെ കൊണ്ടുപോകാം. കാറ്റ് വന്ന് കപ്പലിനെ തിരിച്ചും മറിച്ചുമായിട്ട് ഇട്ടാലും ശരി തന്നെ ആ ക്യാപ്റ്റൻ വിചാരിച്ചാൽ ആ കപ്പലിനെ നിയന്ത്രിക്കാം. ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ്? നമ്മളെ ശരീരം കയ്യും കാലും കണ്ണും മൂക്കും എല്ലാം ഉണ്ട്. പക്ഷെ നാക്കെന്ന് പറയുന്ന ചെറിയ അവയവം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ കപ്പലിനെ കൺട്രോൾ ചെയ്യാം എന്നിവിടെ പറഞ്ഞ കണക്ക് നമുക്ക് നമ്മുടെ നാക്കിനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് കൺട്രോൾ ചെയ്യണമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ നാക്ക് കൊണ്ട് ഒരുപാട് കാര്യങ്ങളങ്ങ് പറയും, നമ്മുടെ ഈസി മട്ടിൽ പറയും. പക്ഷെ മറ്റുള്ളവർക്ക് അത് വേദനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് അങ്ങനെ പറഞ്ഞത് എന്ന് ചിന്താക്കുഴപ്പത്തിൽ നിൽക്കുന്നവരുണ്ട്. നമ്മൾ നിസ്സാരമായിട്ടുള്ള വാക്കായിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷേ ആ നാവിൽ നിന്ന് വന്നത് അത് ഭയങ്കര പ്രശ്നമുണ്ടാക്കുന്നതാണെന്നുള്ള കാര്യം പറയുന്ന വ്യക്തിക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് അവരവരുടെ നാവ് സൂക്ഷിക്കണം എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമാക്കുന്നത്. 5ാമത്തെ, ലൈക്ക് വൈസ് ദ ടങ് എ സ്മോൾ പാർട്ട് ഓഫ് ദ ബോഡി ബട്ട് ഇറ്റ് മേക്സ് ഗ്രേറ്റ് ബൂസ്. അങ്ങനെ തന്നെ നാവ് ചെറിയ അവയവങ്ങളാണെന്ന് ആണെങ്കിലും അത് വളരെ വമ്പ് പറയുന്നു, പോഷത്തനം പറയുന്നു, പൊങ്ങച്ചം പറയുന്നു, അല്ലെങ്കിൽ മറ്റവർക്ക് തന്നെ പിടിക്കുന്നില്ല. ആ രീതിയിലുള്ള സംസാരങ്ങളാണ് ആ നാവ് കൊണ്ട് മറ്റൊരാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വമ്പ് പറയുന്നു. ഓക്കെ, അപ്പോൾ ചെറിയ തീ എത്ര വലിയ കാടിനെ കത്തിക്കുന്നു. അങ്ങനെ തന്നെ നാവും ഒരു തീ തന്നെയാണ്. അത് ചെറുതെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യാനുള്ള നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിലും അതൊരു തീയാണ്. കുടുംബത്തിനെ പിണ്ടിക്കുന്നത്, ആ സഭയെ ഭിന്നിപ്പിക്കുന്നത്, നമ്മുടെ ബന്ധുക്കളെ ബന്ധിപ്പിക്കുന്നത്, അയൽവാസികളുമായിട്ട് ബന്ധമിടുന്നത് എല്ലാം ആ നാവാണ് പ്രശ്നം. അത് സൂക്ഷിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നത്തെ ദിവസം പറയുന്നത്. എന്തിനു പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടെ. അടുത്തത് 6. നാവും ഒരു തീ തന്നെ. ദേഹത്തെ മുഴുവനും മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിപ്പിക്കുകയും ചെയ്യുന്നു. വല്ല മനസ്സിലായോ? ഒന്ന് നിർത്തി വായിച്ചേ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി. അത് നമ്മുടെ അവയവങ്ങളുടെ ദ പാർട്സ് ഓഫ് ദ ബോഡി. അത് നമ്മുടെ ദ ടങ് ഓൾസോ ഇസ് എ ഫയർ. നാക്കും തീ തന്നെയാണ്. ദ വേൾഡ് ഓഫ് ഈവിൾ എമംഗ് ദ പാർട്സ് ഓഫ് ദ ബോഡി. ലോകത്തിൻ്റെ ഈവിളായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരു ശരീരത്തിൻ്റെ ഒരു പാർട്ടാണ്. ഇറ്റ് കറപ്റ്റ്സ് ദ ഹോൾ ബോഡി. അത് ശരീരം ദേഹത്തിൻ്റെ മുഴുവനും മലിനമാക്കുന്നു.
സെറ്റ്സ് ദ ഹോൾ കോഴ്സ് ഓഫ് വൺസ് ലൈഫ് ഓൺ ഫയർ. ജീവചക്രത്തിന് തീ കൊളുത്തുകയും അത് ഒരു നാക്ക് ഒരാൾ വിചാരിച്ചാൽ മതി മറ്റാളുടെ ജീവിതം മുഴുക്കുകയും നശിപ്പിച്ച് കൈ കൊടുക്കും. അത് മറ്റുള്ള നശിപ്പിക്കുന്നത് മാത്രമല്ല ആ വ്യക്തിയും നശിക്കും. നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. നരകത്താൽ അതിനും തീ പിടിക്കും. അത് നോക്കണം, നാവിൻ്റെ ആ വലിപ്പം, അതിൻ്റെ ദൂഷ്യ വശങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത്. അത് എത്രമാത്രം നമുക്ക് മനസ്സിലാവുന്നൊന്നും എനിക്കറിയില്ല. നേരത്തെ എക്സാമ്പിളുകളൊക്കെ പറഞ്ഞ് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു ബട്ടൺ വെച്ച് കപ്പലിനെ കൺട്രോൾ ചെയ്യുന്ന കണക്ക് നമുക്കും നമ്മുടെ നാവിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഓൾ ബോഡി ഇറ്റ് കറപ്റ്റ്സ് ദ ഹോൾ ബോഡി, സെറ്റ്സ് ദ ഹോൾ കോഴ്സ് ഓഫ് വൺസ് ലൈഫ് ഓൺ ഫയർ ആൻഡ് ഇസ് സ്റ്റിൽ സെറ്റ് ഓൺ ഫയർ ബൈ ഹെൽ. അത് ആ മലയാളം വായിച്ചേ. ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിപ്പിക്കുകയും ചെയ്യുന്നു. നരകത്താൽ അതിനെ തീ പിടിപ്പിക്കുകയും ചെയ്യും. ഒരാൾ നാവ് കൊണ്ട് പറഞ്ഞ് വേറൊരാൾ കേട്ട് അയാളെ ആകെ ഇതെന്തിന് ഇയാൾ ഇങ്ങനെ പറഞ്ഞത്. ഇന്നലെ ഒരാൾ ഫോൺ ചെയ്തു, അയാൾ പറഞ്ഞിട്ട് ഇന്ന ഒരു കാര്യം പറഞ്ഞിട്ടൊന്നും വച്ച് പിന്നെ നമുക്ക് സമാധാനമില്ല. അത് എന്താ ഈ പറഞ്ഞത്, എന്ത് ഉദ്ദേശത്തിലാണ് പറഞ്ഞത്. നമ്മളപ്പോൾ തന്നെ രോഗത്തിൻ്റെ ലക്ഷണം തുടങ്ങി. പിന്നെ BP കൂടി, പ്രഷർ കൂടി, ഇതെല്ലാം ആയി വന്ന് ആകെ ഒരു പ്രശ്നമായിട്ടിരിക്കുന്ന അങ്ങനത്തെ അവസ്ഥകൾ വരും. ഒരു നാവ് വിചാരിച്ചാൽ മതി. ഏഴാമത്തെ, മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഈ വകയെല്ലാം മനുഷ്യജാതിയോട് മരുങ്ങുന്നു. മൃഗം, ഓൾ കൈൻഡ്സ് ഓഫ് ആനിമൽസ്, എല്ലാവിധം മൃഗങ്ങളും പക്ഷികളും ജാതികളും ആൻഡ് സീ ക്രിയേച്ചേഴ്സ് കടലിലുള്ള ജീവജാലങ്ങളും ആർ ബീൻ ടേംഡ് ആൻഡ് ഹാവ് ബീൻ ടേംഡ് ബൈ മാൻകൈൻഡ്. അതിനൊക്കെ മെരുക്കിയെടുക്കാം. അതെല്ലാം മെരുക്കിയെടുക്കുന്നത് ആര്? മനുഷ്യൻ തന്നെയാണ്. ഇത്രയും മനുഷ്യൻ തന്നെ ഇതിനെ ലെവലാക്കി. പട്ടിയെ കൊണ്ടുവന്ന് വെച്ചാൽ നമ്മൾ പഠിപ്പിച്ചെടുത്ത് തരുമ്പോൾ അത് നമ്മൾ പറയുന്ന കണക്ക് കേൾക്കും. തത്തയെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കാം. കടലിലെ ഡോൾഫിനെ കൊണ്ട് ചാടാൻ പറഞ്ഞാൽ അത് ചാടും. ഇതെല്ലാം മനുഷ്യനെ കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റും. All kinds of animals, birds, reptiles and sea creatures have been tamed and have been tamed by mankind. ഇതെല്ലാം മനുഷ്യനാൽ അതിനെ കൺട്രോൾ ചെയ്ത് പഠിപ്പിച്ച് ലെവലാക്കി കൊണ്ടുവരുന്നു. ബട്ട് നോ ഹ്യൂമൻ ബീങ് ക്യാൻ ടേം ദ ടങ്. പക്ഷെ ഒരു മനുഷ്യനും, ഒരു ജീവനുള്ളൊരു മനുഷ്യനും ഒരു നാക്കിനെ പഠിപ്പിച്ച് നിർത്താൻ പറ്റത്തില്ല. ഒരു രസമാണ്. നമ്മൾ പൂച്ചയെ വളർത്തുമ്പോൾ നമ്മൾ പൂച്ചയെ എങ്ങനെ നടത്തണമെന്ന് പറഞ്ഞാൽ പൂച്ചയെ നമ്മൾ വളർത്തിയെടുക്കാം, പറഞ്ഞ് പഠിപ്പിച്ചെടുക്കാം. വീട്ടിലെ പട്ടിയെ വളർത്തിയെടുക്കാം. പോയി പേപ്പർ രാവിലെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ അത് എടുത്തുകൊണ്ട് വരും. ഇതെല്ലാം പറ്റും. പക്ഷേ ആ മനുഷ്യൻ ഇതിനൊക്കെ ചെയ്യാമെങ്കിലും, കടലിലുള്ള ജീവജാലത്തിനും ചെയ്യാമെങ്കിലും, സ്വന്തം നാക്കിനെയോ മറ്റുള്ളവരുടെ നാക്കിനെ അതിനെ പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്നില്ല. ബട്ട് നോ ഹ്യൂമൻ ബീങ് ക്യാൻ ടേം ദ ടങ്. അത് എത്രയായിട്ട് ബൈബിളിൽ ഇത് എങ്ങനെ എഴുതി വെച്ചിരുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ശരിയല്ലേ? നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്കറിയാമല്ലോ. നമ്മുടെ നാവിനെ കണ്ടോളൂ, ഞാൻ ഇനി കൂടുതലൊന്നും സംസാരിക്കത്തില്ല, ഞാൻ അതൊരു സോഫ്റ്റായിട്ട് സംസാരിക്കാൻ പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുന്ന മുമ്പ് തന്നെ അടുത്ത സംഭാഷണം തുടങ്ങും. കാരണം എന്താ? ഇതേ നാവാണ് അടുത്ത ആളുടെ കയ്യിലും ഇരിപ്പുള്ളത്. അയാളിത് വിചാരിക്കാത്ത വ്യക്തിയാണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും. ആ പ്രശ്നം ഉണ്ടാക്കി തരുമ്പോൾ അപ്പം നമ്മൾ ഒതുങ്ങാന്ന് പറഞ്ഞാലും ആ നാവ് സമ്മതിക്കുന്നില്ല. ആ നാവ് പറഞ്ഞ് കൂടി വരുന്നിടത്ത് ഉടനെ ഈ നാവും ഇറങ്ങും. നാവുകൾ തമ്മിൽ പ്രശ്നമാവും. And have been tamed by mankind, but no. നാവിനെയോ മനുഷ്യർക്ക് ആർക്കും മരിക്കാവതല്ല. It is restless evil, full of deadly poison. But no human being can tame the tongue. It is restless evil, full of deadly poison. 9ാമത്തെ വാക്യം. മരണകരമായ വിഷം നിറഞ്ഞത്. അയ്യോ, അത് വിട്ടുപോയി. മരണകരമായ വിഷം നിറഞ്ഞതാണ് ഈ നാവ്. മരണം വരെ സംഭവിക്കാം. അങ്ങനത്തെ വിഷമാണ് ഈ നാവ്. ഒരു നാവ് വിചാരിച്ചാൽ ഒരാളെ കൊല്ലിക്കാം.
ഒരു BP കൂടുതലുള്ള ഒരു വ്യക്തി, ഒരു പ്രായം ചെന്ന ഒരാൾ വീട്ടിൽ ഇരിക്കുമ്പോൾ BP കൂടുതലാണ് ഇരിക്കുന്നത്, ഓടി വന്നിട്ട് അവൻ്റെ മകൻ ചത്തു അല്ലെങ്കിൽ മകൾ ചത്തു, ആക്സിഡൻറ്റ് പറ്റി നിർന്ന BP കൂടിയ ആൾ അപ്പം തന്നെ മരിക്കും. ഒരു നാവ് വിചാരിച്ചപ്പോൾ. ഹല്ലേലൂയ. ഇതിൽ ഏത് നാവാണ് നമുക്കുള്ളത്? എല്ലാവരുടെയും ചുണ്ടിൽ ഓരോ പുഞ്ചിരി വരുന്നുണ്ട്. ഇത് എൻ്റെ നാവല്ല. ഞാൻ വിചാരിക്കുന്നത് അവരവരുടെ നാവ് വെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുത്താൽ മതി. മാറ്റിയെടുത്ത് തരുമ്പോൾ ഞാൻ എൻ്റെ നാവ് മമ്മിക്കും കൊടുത്ത് മമ്മിയുടെ നാവ് എൻ്റെ ഇതിലും വന്ന് തീർന്നിട്ട് ഇല്ല. അപ്പോൾ ഞാൻ മമ്മിയെ വല്ല പറയാൻ വേണ്ടി ഇരിക്കുന്ന നേരത്ത് ഞാൻ പറയത്തില്ല, കാരണം മമ്മിയുടെ അടുത്ത് ഇരിക്കുന്നത് എൻ്റെ നാവല്ലേ. അപ്പോൾ മമ്മിക്ക് ഇപ്പോൾ പറഞ്ഞെന്താ, മമ്മിക്ക് എൻ്റെ നാവ് വേണ്ടെന്ന്, കാരണം എന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം മമ്മിയുടെ നാവ് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നെ പറയാൻ വേണ്ടി. ഇന്നലെ മെനഞ്ഞാന്ന് ഇവിടെ ഞങ്ങളെല്ലാം കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മൗനമായിട്ട് ഇരിക്കുകയായിരുന്നു. എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് മമ്മി ഉടനെ തുടക്കം കുറിച്ച്. ഉടനെ രമ്യയും ഷൈനും കൂടെ പറഞ്ഞു, മമ്മിക്ക് വേറെ ജോലിയൊന്നുമില്ല, ചുമ്മാ ഡാഡി ഇരുന്നതല്ലേ. അപ്പോൾ ആ നാവായി കുഴപ്പം. ഞാൻ വെറുതെ ഇരുന്നതാണ്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. ഇപ്പം നാവ് വേറെ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലായല്ല. എനിക്ക് എൻ്റെ നാവ് മതി, 5-6 പേർക്ക് 2 പറയണം. അപ്പോൾ ഇത്രയും നമ്മൾ ഈ 9 പേരിൽ നാവിനെ പറ്റി അറിയാവുന്ന ഒരാൾ ഇപ്പം മനസ്സിലായത് അമ്മയ്ക്കാണ്. വിത്ത് എ ടങ് വി പ്രേ. എന്നിട്ട് പിന്നെ അടുത്ത പറയുന്നത് എന്താണ്? അത് വിഷമാവുന്നു. ഇപ്പം മനസ്സിലായോ? ആ നാവ് വിഷമാവുന്നെന്ന്. 9ാമത്തെ വാക്യം. ആ, ഈ വിഷം വെച്ച നാവിനെ വെച്ചാണ് പറയുന്നത് ഞാൻ പ്രാർത്ഥിക്കാൻ പോണു. കതവൊക്കെ പൂട്ടി. നമ്മളിവിടെ ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഏകനായി മുറിയിൽ ചെന്ന് കതവ് പൂട്ടി അടച്ച് രഹസ്യത്തിലുള്ള പിതാവായ ദൈവത്തിന് രഹസ്യത്തിലുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ. അന്ന് മുതൽ ഇവിടെ കതവ് പൂട്ടലാണ്. ഭാഗ്യത്തിന് ഇവിടെ 3 പേരുണ്ട്, 3 റൂമുമുണ്ട്. കുറച്ച് സമയം നോക്കുമ്പോൾ ഞാനും സ്റ്റെഫാനും മാത്രം ഇവിടെ കാണും. 3 റൂമും അടപ്പാ. ഇന്നലെ നോക്കിയപ്പോൾ മുകളിലത്തെ റൂം ഒന്ന് തുറന്ന് കിടപ്പുണ്ട്, താഴത്തെ റൂമും കിടക്കുന്നു. മമ്മിയെ കണ്ടില്ല. ഞാൻ ഇവിടെ മുഴിക്കാൻ തപ്പി, ബാത്റൂമിൽ വരെ തപ്പി. ഇനി അതിൻ്റെ അകത്ത് ഉരുണ്ടടിച്ച് കിടക്കുന്നതെന്ന് അറിഞ്ഞോണ്ട് പുറത്ത് മുറ്റത്ത് പോയി നോക്കി കണ്ടില്ല. പിന്നെ വിളിച്ചപ്പോൾ മുകളിലത്തെ ഷട്ടറൊക്കെ അടിച്ച് പിടിച്ച് വരുന്നു. നോക്കിയപ്പോൾ ഇവിടെ ഇൻ്റർനാഷണൽ കോള് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വെളിയിൽ. ആ നാവ് കൊണ്ട് എന്തെല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ കോള് വരുന്നപ്പോൾ മമ്മിക്കാണ്. മമ്മി അറിയാത്ത കഥകൾ വരെ അവർ വിളിച്ചിട്ട് പറയാണ്, മമ്മി ഒരാൾ പ്രാർത്ഥിച്ച കൊണ്ട് ഞങ്ങൾക്ക് വിടുതൽ. മമ്മി പറയുന്നത് ഏത് പ്രാർത്ഥന, ഏത് വിഷയം അവർ പറഞ്ഞതിന് ശേഷം നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യും. പക്ഷേ അവർ വിശ്വാസത്തിൽ വിചാരിക്കുന്നത് മമ്മി പ്രാർത്ഥിച്ച കൊണ്ടാണ് അവിടെ വിടുതലെന്ന്. അപ്പോൾ ഞാൻ ആലോചിക്കാണ്, അവിടെ പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് വിടുതൽ മമ്മിക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ മമ്മിയുടെ സ്വന്തം കാര്യത്തിൽ പ്രാർത്ഥിച്ചിട്ട് ഇതുവരെ വിടുതലും വന്നില്ല, ഒന്നും വന്നില്ല. കൈവേദന എന്ന് പറഞ്ഞിട്ട് കിടക്കുകയാണ്, രാത്രിയും കൈവേദന. ഇന്നലെ പറയുന്നത് ഞാൻ ഇനി ടാബ്ലറ്റ് ഒന്നും കഴിക്കുന്നില്ല, അത് കഴിച്ചിട്ടും വേദനയുണ്ടെന്ന്. ഞാൻ 2 വർഷം ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് ഒരു കൈ ലെവലായത്. ഇപ്പോൾ 2ാമത്തെ കൈ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് ഈ ആദ്യത്തെ കൈയുടെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഞാൻ ആ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മമ്മിക്ക് രാത്രിയാകുമ്പോൾ പ്രശ്നമാണ്, ആകെക്കൂടി ബഹളവും കാര്യങ്ങളും വന്നത്. ഇപ്പോൾ ടാബ്ലറ്റും കഴിക്കത്തില്ല. ഞാൻ പറഞ്ഞു ഒന്നും കഴിക്കണ്ട, നേരത്തെ പറഞ്ഞെങ്കിൽ ഷൈൻ്റെ പൈസ ലാഭമായിരുന്നു തന്നെ. ആ ടാബ്ലറ്റ് വാങ്ങിച്ച് കുട്ടക്കണക്കിന് ഇവിടെ ഇരിപ്പുണ്ട്. വിത്ത് എ ടങ് വി പ്രൈസ്. എന്നിട്ട് ഈ നാവ് കൊണ്ടാണ് ആരെ സ്തുതിക്കുന്നത്? കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. ഈ കുരുത്തക്കേട് കാണിക്കുന്ന നാവ് വെച്ചിട്ടാണ്. ഞാൻ ആലോചിക്കുകയാണിത് എന്ത് വിരോധാഭാസം നോക്കണേ. കുറച്ച് മുമ്പ് ഈ നാവ് വെച്ച് എന്തെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. പ്രാർത്ഥിക്കാൻ വന്നിരുന്ന തലയിൽ തുണി ഇട്ടിട്ട് ചമണക്കാലെല്ലാം പൊട്ടി എല്ലാവരും വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിരിക്കുന്നു. ഈ നാവ് വെച്ചാണ് സ്തുതിക്കുന്നത്. ഇതൊക്കെ അവിടെ എത്തുമോ?
അല്ല, ഞാൻ ആലോചിക്കണം. ഇപ്പം ഇതൊക്കെ സാധാരണ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പറയും ഞാൻ എൻ്റെ ബുദ്ധിയിലുള്ള പ്രമാണത്തിൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കറിഞ്ഞൂടെ ഈ ഇന്ന് നെറ്റിൽ ഞാൻ ഇന്ന് നോക്കിക്കൊണ്ടിരുന്നത്, ഇന്ന് നിങ്ങളുടെ പിള്ളേരുടെ അടുത്ത് ഇന്ന് ചോദിച്ച് വാങ്ങിക്കണോ അതോ എന്തെങ്കിലും കാണിച്ചു തരണോ എന്ന് പറഞ്ഞിട്ടിരുന്നപ്പോൾ ഇന്നും ഒരു വാക്യം ഒരാൾ എഴുതിയിട്ട് പറയുന്നത് ഇതാ വാക്യം. അത് വെറും വാക്യം മാത്രമല്ല, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പതുക്കെ ആ വാക്യം കുറിച്ച് വെച്ചു. ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് അത്. ഇത്രയും ചെറിയൊരു സാധനം, ഇത്രയും വലിയൊരു കാര്യം ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ നാവ് വിത്ത് ദ ടങ് വി പ്രൈസ് അവർ ലോർഡ്. ഈ ഉണക്ക ദുഷിച്ച കാര്യങ്ങൾ പറയുന്ന നാവ് കൊണ്ടാണ് ദൈവത്തിനെ സ്തുതിക്കുന്നത്. മമ്മിയുടെ രാവിലെ 3 മണിക്ക് എണീറ്റ് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു റീസൺ എന്താണെന്നറിയാം. അത് എനിക്കിഷ്ടപ്പെട്ടു. നോൺ കാത്തലിക്സ് വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് എണീറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കും. മറ്റൊരു കൂട്ടർ 4:30 മണിക്ക് ഇരുന്ന് പ്രാർത്ഥിക്കും. മൈക്ക് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അതെങ്ങനെ അവർ രണ്ടുപേരും അങ്ങനെ പ്രാർത്ഥിക്കണം? എൻ്റെ ദൈവത്തിന് ഞാൻ അതിനു മുമ്പായിരുന്നു സ്തുതിക്കണം. അത് നല്ല പോയിൻ്റാണ്, എനിക്കിഷ്ടപ്പെട്ടത്. അത് കാരണമാണ് 3 മണിക്ക് എണീറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. അത് നല്ല കാര്യം. പക്ഷേ നാവേത്? ഈ നാവ് വെച്ചാണോ ദൈവത്തിനെ സ്തുതിക്കുന്നത്? അപ്പോൾ പിന്നെ 3 മണിയല്ല, ഇനി വെളുപ്പാങ്കാലത്ത് 1 മണിക്ക് കഴിച്ചാലും ശരി, തന്നെ കാര്യമില്ല. But with the tongues we praise our Lord and Father, and with it we curse human beings. ഇതേ നാവ് വെച്ച് മനുഷ്യജീവികളെ നമ്മൾ ശപിക്കുന്നു. Who have been made in God's likeness. ആ മനുഷ്യൻ രൂപത്തിലുള്ളവരെന്ന് പറയുന്നത് ആരാ? ദൈവത്തിൻ്റെ ഛായയിൽ സാദൃശ്യത്തിൽ ക്രിയേറ്റ് ചെയ്ത മനുഷ്യനെയാണ് നമ്മൾ ശപിക്കുന്നത്. നിൻ്റെ നാവ് പിശാചിൻ്റെ നാവാണെങ്കിലും നീ ശപിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യനാണ് അപ്പുറത്ത്. നീ നാവ് കൊണ്ട് പറയുന്നത് അതിനെ നശിക്കുന്നു. അത് ആരാ? ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യനാണത്. നീ ഇതേ നാവ് കൊണ്ട് അവിടെ ശപിക്കുന്നു, ഇതേ നാവ് കൊണ്ട് ദൈവത്തിനെ സ്തുതിക്കുന്നു. എങ്ങനെ കൊണ്ട് നടക്കുമെന്നാണ്. With the tongue we praise our Lord the Father, and with it we curse human beings. You have been made in God's likeness. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ചെയ്ത് സൃഷ്ടിച്ച മനുഷ്യനെയാണ് നീ ശപിക്കുന്നത്. 10ാമത്തെ വാക്യം. ഒരു വായിൽ നിന്ന് തന്നെ, ഒരു നാവിൽ തന്നെ സ്തോത്രവും ശാപവും വെളി വരുന്നെന്നാണ്. നല്ല മനസ്സിലാവുന്ന? ഒരു നാവിൽ തന്നെ സ്തോത്രവും ശാപവും വരുന്നെന്ന്. But out of the same mouth comes praise and curses. My brothers, സഹോദരന്മാരെ, സഹോദരികളെ. അതിൽ സഹോദരികളില്ലല്ലോ, ഉണ്ടാ? My brothers and sisters, this should not be. ഇങ്ങനെ സംഭവിക്കരുത്. സഹോദരന്മാർ മലയാളം ബൈബിളെ എടുത്ത് വായിക്കുള്ളൂ. അതിൽ നോക്കുമ്പോൾ സഹോദരന്മാരെ ഇങ്ങനെ സംഭവിക്കരുത്, അപ്പോൾ അവരുടെ തോളിൽ വയ്ക്കാം. ഇംഗ്ലീഷിൽ വെച്ചപ്പോൾ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എടുത്തു പറയുന്നുണ്ട്. ദിസ് ഷുഡ് നോട്ട് ബി. ഇത് സംഭവിക്കരുത്, ഇതിങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത്. Can both fresh water and salt water flow from the same spring? ഒരേ ഉറവിടത്തിൽ നിന്നും ഉപ്പ് വെള്ളവും നല്ല വെള്ളവും വരുമോ? കയ്പുള്ള വെള്ളവും കയ്പുള്ള വെള്ളവും മധുരമുള്ള വെള്ളം വരുമോ? ഇതിൽ സോൾട്ട് വാട്ടർ എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഉറവിടത്തിൽ നിന്ന് ഈ 2 ടൈപ്പിലെ വെള്ളം വരത്തില്ല. 12ാമത്തെ വാക്യം. മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഒരു ഫ്രൂട്ടിൻ്റെ നമ്മൾ ഓറഞ്ച്
മരമിടമുണ്ട്. നാളെ വന്നിട്ട് നമ്മൾ അന്ന് ആപ്പിൾ പറിക്കാമെന്ന് പറഞ്ഞാൽ അതിൽ ആപ്പിൾ കിട്ടുമോ? അപ്പം അത് ഇവിടെ എക്സാമ്പിളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ. മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ക്യാൻ എ ഫിഗ് ട്രീ ബെയർ ഒലിവ്സ് ഓർ എ ഗ്രേപ്പ് വൈൻ ബെയർ ഫിഗ്സ്? Neither can a salt spring produce fresh water. ഉപ്പ് ഉറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടത്തില്ല. അപ്പോൾ എല്ലാം പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഫിറ്റ് ചെയ്ത് വച്ചിരിക്കാൻ ഒരു നാവാണ്. ഈ നാവ് വച്ച് സ്തുതിക്കുന്ന മുമ്പ് ഒന്ന് ഓർക്കണം, ഞാൻ ഈ നാവ് കൊണ്ട് ദുഷിച്ചോ, വല്ലവരെയും വേദനിപ്പിച്ചോ, നരകത്തിന് തുല്യമായുള്ള ചിന്തകൾ ഈ നാവിൽ കൂടെ ചിന്തിച്ച് പറഞ്ഞോ? അപ്പോൾ ഇതെല്ലാം വെളിപ്പെടുത്തുന്നത് എന്താണ്? നാവിൻ്റെ വലുപ്പവും നാവിൻ്റെ ആ കഷ്ടത, അത് തീയാണെന്ന്. ആ ഒരു ചെറിയ തീപ്പൊരി വന്നാൽ ഒരു കാട് മുഴുവൻ നശിക്കും എന്ന് പറയുന്ന കണക്ക് നമ്മുടെ ഒരു ചെറിയ തീപ്പൊരി മതി ഒരു കുടുംബത്തിനെ, ഒരു വ്യക്തിയെ, ഒരു ദേശത്തെ എല്ലാം നശിപ്പിക്കാൻ പറ്റും. നാളെ മുതൽ നാവിൽ കൂടെ എന്തെങ്കിലും പറയാൻ തോന്നുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചാൽ മതി. അത്രയും സമയങ്ങളിൽ അത്രയും മിണ്ടാതിരിക്കും. ഹല്ലേലൂയ. എല്ലാവരും മിണ്ടാതിരിക്കുന്നു. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ വായിച്ചെന്താ? അപ്പം മധുരമുള്ളത് വാക്കുകളും ചിന്തകളും പ്രവൃത്തികളും നാവെന്ന് വരണമെങ്കിൽ അത് മധുരമുള്ള ഉറവയിൽ നിന്ന് വേണം വരേണ്ടത്. അതങ്ങനെ വന്നില്ലെങ്കിൽ കേൾക്കുന്നവർ സ്ഥിരപ്പെടുത്തിക്കൊള്ളണം, അത് കൈപ്പേറിയ ഉറവയിൽ നിന്നാണ് വരുന്നത്. ആ വ്യക്തിയുടെ ഉള്ളം മുഴുവൻ കൈപ്പേറിയതാണ്. അത് മനസ്സിലാക്കാനുള്ള കൃപ നമുക്കെല്ലാവർക്കും തന്നിട്ടുണ്ട്. ചിലവർ പുഞ്ചിരിച്ചോടുകൂടി കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പറയും, പക്ഷേ അകത്തുനിന്ന് വരുന്ന ഉറവ കൈപ്പേറിയ സ്ഥലത്തു നിന്നാണ് വരുന്നത്. അവരുടെ ഇൻറ്റൻഷൻ വേറെയാണ്. സൂക്ഷിച്ചു കൊള്ളാൻ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അവസരം തന്നതിന് ദൈവത്തിന് സ്തുതിച്ചുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ശൂന്യമാണ്, നീ നയിക്കും പാതയിൽ നടത്തണമേ. ഓ യേശുവേ, നിന്റെ പുണ്യനാമമെന്നും ഞാൻ, ഓ യേശുവേ, നിന്റെ പുണ്യനാമമെന്നും ഞാൻ പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും. എന്നകത്തിനോർത്തു ഞാൻ അനുദപിക്കും. ഓ ശിക്ഷിക്കരുതേ, എന്നെ രക്ഷിക്കണമേ. ഓ ശിക്ഷിക്കരുതേ, എന്നെ രക്ഷിക്കണമേ. കോപത്തോടെ നീ നോക്കരുതേ, നീ കരുണയിൽ നീ ചൊരിയണമേ. എന്നെ ഒരു നാളും കൈവിടരുതേ, എനിക്കിന്നീ ഭൂമിയിൽ ആരുമില്ല, നീ ഒഴികെ ആരെയും
നീയില്ലാത്ത ജീവിതം ശൂന്യമാണ്. നീ നയിക്കും പാതയിൽ നടത്തണമേ. എല്ലാം നീ അകറ്റണമേ. ആരുമില്ലാ എന്നെ നീ നിറയ്ക്കണമേ. ആദികളെല്ലാം നീ അകറ്റണമേ. ആരുമില്ലാ എന്നെ നീ നിറയ്ക്കണമേ. അവിടുന്ന് എന്നെ എല്ലാം അറിയുന്നല്ലോ. എന്നപരാധം മറന്നു ഞാൻ അനുഗ്രഹിക്കും. ഓ ശിക്ഷിക്കരുതേ, എന്നെ രക്ഷിക്കണമേ. ഓ ശിക്ഷിക്കരുതേ, എന്നെ രക്ഷിക്കണമേ. കോപത്തോടെന്നെ നീ നോക്കരുതേ. നിൻ കരുണയതിൽ നീ ചൊരിയണമേ. എന്നെ ഒരു നാളും കൈവിടരുതേ. എനിക്കിന്നീ ഭൂമിയിൽ ആരുമില്ല. നീ ഒഴികെ ആരിലും ആശ്രയമില്ല. നിന്നിൽ മാത്രമാണ് എന്റെ ശരണഭൂമി. നീയില്ലാത്ത ജീവിതം ശൂന്യമാണ്. നീ നയിക്കും പാതയിൽ നടത്തണമേ. ഓ യേശുവേ, നിന്റെ പുണ്യനാമമെന്നും ഞാൻ. ഓ യേശുവേ, നിന്റെ പുണ്യനാമമെന്നും ഞാൻ പാടി സ്തുതിക്കും. ഞാൻ പാടി സ്തുതിക്കും. 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 18-ാം അധ്യായം അതിന്റെ 6-7. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പേ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? കർത്താവ് യേശുക്രിസ്തു തൻ്റെ അടുത്ത് വന്നിരുന്ന ജനത്തോടും ശിഷ്യന്മാരോടും വ്യക്തമാക്കി പറയുന്ന ഒരു സംഭവമാണ് പ്രാർത്ഥനയെക്കുറിച്ച്. ഇവിടെ കർത്താവ് പറയുന്ന ഒരു സംഭവം ശ്രദ്ധിച്ച് കേൾക്കണം. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾക്കാം. ഇവിടെ അനീതി ചെയ്യുന്ന ഒരു ന്യായാധിപൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് കർത്താവ് തൊട്ടുമേലിൽ പറയുന്നുണ്ട്. കർത്താവ് ഈ കാര്യം പറയാനുള്ള കാരണം കർത്താവിൻ്റെ സന്നിധിയിൽ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നതിനുള്ള ഉദാഹരണം ഒരു ഉപമയിൽ കൂടെ പറയുമ്പോഴും ഒരു നടന്ന സംഭവമായിട്ടാണ് കർത്താവ് പറയുന്നത്. അതിൻ്റെ 2-ാം വാക്യം മൂലം ഒന്ന് വായിക്കാം. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ഒരു ന്യായാധിപൻ പട്ടണത്തിലുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കർത്താവ് വെറും ഒരു സ്റ്റോറി മാർക്ക് പറയണമല്ല. ഇങ്ങനൊരു സംഭവമുണ്ട്. കർത്താവിന് അറിയാം എവിടെയെല്ലാം എന്തെല്ലാം ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി അറിയാം. അറിയുന്നത് കൊണ്ട് തന്നെയാണ് നടന്നൊരു സംഭവം തന്നെയാണ് കർത്താവ് അവിടെ ശിഷ്യന്മാരോടും ജനത്തോടും പറയുന്നത്. ഒരു അനീതിയുള്ള ന്യായാധിപൻ ഉണ്ടായിരുന്നു. ആ വ്യക്തിക്ക് ദൈവത്തെ ഒരു ഭയവുമില്ല, മനുഷ്യരെ ഭയമില്ല. അങ്ങനത്തെ ഒരു ന്യായാധിപൻ, അങ്ങനത്തെ ഒരു ജഡ്ജ് എന്ന് വെച്ചാൽ ആരെയും ഭയമില്ല, പേടിയില്ല. അങ്ങനെ ഒരു ജഡ്ജ് ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഒരു പട്ടണത്തിൽ. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. ആ വിധവ ഈ ന്യായാധിപൻ്റെ അടുത്ത് വന്ന് തൻ്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ പ്രശ്നം വന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഒന്നും കൂട്ടാകാതെ ഇരുന്നു. നമുക്ക് ആ ഭാഗം നന്നായി അറിയാം. ആദ്യം ഒന്നും കൂട്ടാകാതെ ഈ വിധവ വന്ന് പറയണമൊന്നും ശ്രദ്ധിക്കാതെ തട്ടിക്കളയുക. എന്നാൽ പിന്നെയും ഈ വിധവ വന്ന് പിന്നെയും ഈ ന്യായാധിപൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഒരു ദിവസം ഈ ന്യായാധിപൻ്റെ മനസ്സിലൊന്ന് കൊണ്ടു, അല്ലെങ്കിൽ ചിന്തിക്കാനിടയാക്കി. ആ ന്യായാധിപൻ ചിന്തിച്ച ഒരു സംഭവമാണ്, മനസ്സിൽ ചിന്തിച്ച ഒരു സംഭവമാണ് 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. 5-ാം വാക്യം വായിക്കാം. എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയും ഇല്ല എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നതുകൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്നെന്നെ മുഖത്തടിക്കുമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. അപ്പോൾ പലപ്പോഴായി വിധവ വന്നിങ്ങനെ പലപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ ഈ ന്യായാധിപന് ഒരു മനസ്സിൽ ഒരു കുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കാൻ ഒരു അവസരം കിട്ടി. മനസ്സ് ചിന്തിക്കുക, ഇനിയും ഈ വിധവ വന്ന് പറയുമ്പോൾ ഞാനത് ശ്രദ്ധിക്കാതെയോ കൂട്ടാക്കാതെ അവളോട് മനസ്സലിവ് കാണിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ആ സ്ത്രീ എന്നെ അടിക്കും, മുഖത്തടിക്കും. ആ അടി കൊള്ളുന്നതിനല്ല, പക്ഷേ ഇത് പിന്നെയും വന്ന ഈ വിധവ ഇത് തന്നെയാണ് പിന്നെയും റിപ്പീറ്റ് ചെയ്തപ്പോൾ
ഇങ്ങനെയും ഞാൻ അവനോട് മനസ്സലിവ് കാണിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ സ്ത്രീയോട് മനസ്സലിവ് കാണിച്ചില്ലെങ്കിൽ ശരിയല്ല എന്ന് വെച്ചിട്ട് ആ അനീതിയുള്ള ന്യായാധിപൻ പോലും അവസാനം മനസ്സലിവ് ആ സ്ത്രീയോട് കാണിക്കുകയാണ്. ഇതാണ് കർത്താവ് പറഞ്ഞ ഉദാഹരണം, അല്ലെങ്കിൽ നടന്ന സംഭവമായിട്ട് ജനത്തോട് പറഞ്ഞത്. എന്നാൽ നമ്മൾ 6-ാം വാക്യം വരുമ്പോൾ യേശുക്രിസ്തു പറയുന്നത് ആ ഉദാഹരണം അല്ലെങ്കിൽ നടന്ന സംഭവം പറഞ്ഞിട്ട് പറയാണ്, ഈ അനീതിയുള്ള ന്യായാധിപനെ ശ്രദ്ധിക്കുക നിങ്ങൾ. എന്താണ് അനീതിയുള്ള ന്യായം പറയുന്നത്? കേൾപ്പി. എന്താണ് ഈ അനീതി പറയുന്ന കാര്യം? ഈ ശ്രദ്ധിക്കാതെ എനിക്ക് ആരെയും ഭയമില്ല, പേടിയില്ല, ഒരു സംഭവമില്ല. പക്ഷേ ഈ സ്ത്രീ വന്ന് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇനിയും ഞാനത് വിട്ടുകൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇനിയെങ്കിലും ഞാൻ ആ സ്ത്രീയോട് മനസ്സലിവ് കാണിച്ചേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് ഇനി ഞാൻ അവളോട് മനസ്സലിവ് കാണിക്കാൻ പോവുകയാണ്. ആ മനസ്സലിവ് കാണിച്ച അനീതിയോട് ന്യായാധിപന് മനസ്സലിവ് കാണിക്കാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവോട് 7-ാം വാക്യത്തിൽ ഒരു വ്യക്തമാക്കി പറഞ്ഞു, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? കർത്താവ് എന്താ ഇത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം? നമ്മൾ ദൈവസന്നിധിയിൽ വന്ന് പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ ചിലപ്പോൾ ഒന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നില്ല. കുഴപ്പമില്ല. ദൈവസന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്നത് മടുത്തു പോകാതെ നമ്മൾ ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ആദ്യത്തെ പ്രാർത്ഥനയിൽ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. നമ്മൾ വചനം എവിടെ വായിച്ചാലും എല്ലാ വിഷയത്തിനും ആദ്യത്തെ പ്രാർത്ഥനയും മറുപടി കിട്ടത്തില്ല. കർത്താവ് ഇവിടെ വ്യക്തമാക്കി ശിഷ്യന്മാരോട് എല്ലാവരും പറയുന്നത്, നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ ഇടപെടാതെ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇടപെടാതെ പ്രാർത്ഥിക്കണമെങ്കിൽ, നമ്മൾ മടുത്തുപോകാതെ പ്രാർത്ഥിക്കണമെങ്കിൽ മടുപ്പ് നമ്മുടെ ജീവിതത്തിൽ വരും. ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മറുപടി കിട്ടാതെ വരുമ്പോൾ നമുക്ക് സങ്കടം വരാം, നമുക്ക് മുഷിച്ചിൽ വരാം, നമുക്ക് പിന്നെ അതിനോടൊരു താല്പര്യം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരാം. പക്ഷേ ദൈവം നമ്മളോട് വ്യക്തമായി പറയാൻ, മടുത്തു പോകരുത്. നമ്മൾ മടുത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ അവസരങ്ങൾ വരാം. പക്ഷെ മടുത്തു പോകാതെ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ വയ്ക്കുന്ന പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി തരും. ഒരു അനീതിയുള്ള ന്യായാധിപൻ പോലും മറുപടി കൊടുക്കാൻ പറ്റുമെങ്കിൽ കർത്താവിന് മറുപടി തരാൻ സാധിക്കില്ലേ? തീർച്ചയായും ദൈവത്തിന് കഴിയും. നമ്മൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിൽ കടന്നു വരുന്ന പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളത് റിപ്പീറ്റഡ് ആയിട്ട് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. പലപ്പോഴും ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിരിക്കാം. പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. ശൗല് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ പൗലോസ് പ്രാർത്ഥിച്ചു, 3 പ്രാവശ്യം തൻ്റെ വിഷയത്തിന് വേണ്ടി വ്യക്തമായി 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. തൻ്റെ ജീവിതത്തിലെ കഷ്ടമായ ശൂലമായിട്ട് നിന്ന വിഷയത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവനോട് ഇടപെട്ടു. നമുക്കറിയാം, 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ കാണാം, കർത്താവ് ഇടപെട്ടിട്ട് പറഞ്ഞു, അവനോട് സംസാരിച്ചു, നീ ഇനി പ്രാർത്ഥിക്കേണ്ട ഈ വിഷയത്തിന്, കാരണം ഇനി നീ ഇത് പ്രാർത്ഥിക്കേണ്ട, എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറയണമെങ്കിൽ അവൻ പ്രാർത്ഥിച്ചു. 3 പ്രാവശ്യത്തോളം ആ വിഷയത്തിന് വേണ്ടി തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ആദ്യത്തെ പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ല, 2-ാമത്തെ പ്രാവശ്യം പ്രാർത്ഥിച്ചു മറുപടി കിട്ടിയില്ല, 3-ാം പ്രാവശ്യം പ്രാർത്ഥിച്ചത് ദൈവം അവനോട് ഇടപെട്ടിട്ടാണ് പറഞ്ഞത്, എൻ്റെ കൃപ നിനക്ക് മതി, അതുകൊണ്ട് ഇത് നീ കയ്യിൽ വെച്ചിരിക്കുക. അത് പിന്നെയും വെച്ചോണ്ട് പോകേണ്ട സ്ഥിതിയാണെങ്കിൽ അത് കൊണ്ടുപോകണം. പക്ഷേ നമ്മൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് പോലും പലപ്പോഴും പോയി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വചനം വായിക്കുമ്പോൾ അറിയാം, കർത്താവ് പലപ്പോഴും രാത്രി പോയി പ്രാർത്ഥിക്കുന്നുണ്ട്, പല സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുന്നു, മടുത്തു പോകാതെ പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിനറിയാം കർത്താവ് ക്രൂശിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ തൻ്റെ അവസാനമായെന്ന് അറിഞ്ഞിട്ട് കർത്താവ് ഈ പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗം നമുക്കറിയാം. താൻ പിന്നെയും പോയി ഒരു വിഷയത്തിൽ തന്നെ പിന്നെയും പ്രാർത്ഥിക്കുകയെ. കർത്താവ് ഇവിടെ ഒരു ഉദാഹരണം പറയുമ്പോഴും കർത്താവിൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു. കർത്താവ് എവിടെയെല്ലാം ഒരു കാര്യം ജനത്തെ പഠിപ്പിക്കുമ്പോൾ കർത്താവ് ചെയ്ത കാര്യം അത് കാണിച്ചു തരും. വചനത്തിൽ അതുകൊണ്ട് വ്യക്തമായിട്ട് കർത്താവ് എന്തെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ, ശിഷ്യന്മാരെയും ജനത്തെയും പഠിപ്പിക്കുന്ന സംഭവം. ഞാൻ നല്ലിടയനാണെങ്കിൽ നല്ലിടയൻ തൻ്റെ ആളുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. കർത്താവ് എല്ലാവർക്കും വേണ്ടി ജീവൻ ക്രൂശിൽ കൊടുത്തു. കർത്താവ് എവിടെയെല്ലാം എന്തെല്ലാം ഉദാഹരണവും ഉപമയിൽ കൂടെ കർത്താവ് എല്ലാ കാര്യങ്ങളും പറഞ്ഞോ അതെല്ലാം പ്രവൃത്തിയിൽ കൂടെ കാണിച്ച ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു. യേശു കാല് കഴുകി കാണിച്ചു കൊടുത്തു, എങ്ങനെ കാണിക്കേണ്ടെന്ന് ശിഷ്യന്മാരെ കാണിച്ചു കൊടുത്തു. നിങ്ങളും ഇതുപോലെ ആകണം എന്ന് പറയണമെങ്കിൽ കർത്താവ് കാണിച്ചു കൊടുത്തിട്ടാണ് കർത്താവ് പറയുന്നത്. ഇങ്ങനെ ആയിരിക്കണം നമ്മളെപ്പോഴും താഴ്മ ധരിക്കേണ്ടത്. അല്ലാതെ വെറും പറഞ്ഞുകൊണ്ട് പോകുന്ന പ്രവൃത്തി കർത്താവ് ചെയ്തിട്ടില്ല. ഇവിടെയും കർത്താവ് പറയുന്നു, മടുത്തു പോകാതെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ തീർച്ചയായും ചില വിഷയങ്ങൾക്ക് വേണ്ടി പിന്നെയും പ്രാർത്ഥിക്കേണ്ടി വരും. കർത്താവ് പോലും പ്രാർത്ഥിച്ചിട്ടില്ലേ? മർക്കോസിന്റെ സുവിശേഷം ജസ്റ്റ് വായിച്ചാൽ നമുക്ക് ഈ ഭാഗം മനസ്സിലാവും. മർക്കോസിന്റെ സുവിശേഷം കർത്താവിനെ ക്രൂശിക്കാൻ പോകുന്ന ഭാഗം വായിച്ചാൽ മനസ്സിലാവും. 14-ാം അധ്യായം 39-ാം വാക്യം ഒന്ന് ജസ്റ്റ് വായിക്കാം. അവൻ പിന്നെയും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. എന്താണ് അതിന്റെ അർത്ഥം? കർത്താവ് യേശുക്രിസ്തു ആദ്യം മലയിൽ പോയി ശിഷ്യന്മാരെ 3 പേരെ അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു, അവരോട് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവർ പ്രാർത്ഥിക്കാതെ അവർ കിടന്ന് ഉറങ്ങിയപ്പോൾ കർത്താവ് പോയി ആദ്യം പ്രാർത്ഥിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ അവർ കിടന്ന് ഉറങ്ങുന്നത് കണ്ടു. കർത്താവ് അവരെ പത്രോസിനെ തട്ടി എണിപ്പിച്ചിട്ട് പറഞ്ഞു,
നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും മലയിൽ കയറി പോയിട്ട് പിന്നെയും പ്രാർത്ഥിക്കുകയും അങ്ങനെ 3 പ്രാവശ്യം കർത്താവ് പോയി പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥിച്ച വിഷയം എന്തെന്ന് എഴുതിയിട്ടില്ല, പക്ഷേ അവിടെ 3ാമത് പോയപ്പോൾ സംഭവിച്ച സംഭവം അവിടെ എഴുതിയിട്ട് അവൻ പിന്നെയും പോയി അത് തന്നെ അവൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോഴും അത് റിപ്പീറ്റഡ് പ്രാർത്ഥനയല്ലേ, പക്ഷെ നടക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ വ്യക്തമാക്കി അറിഞ്ഞ് പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ആദ്യത്തെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെന്ന് വരും. പക്ഷെ കർത്താവ് ഇവിടെ വ്യക്തമായിട്ട് പറയേ പിന്നെയും കർത്താവ് യേശുക്രിസ്തുവിന് എന്താ പ്രാർത്ഥിക്കേണ്ട എന്ത് ആവശ്യമിരിക്കുന്നു കർത്താവിന് പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യമില്ല. എങ്കിൽ പോലും യേശു പോലും പോയിരുന്ന് പ്രാർത്ഥിക്കുകയെ ഒരു വിഷയത്തിന് തന്നെ 3 പ്രാവശ്യം അതിനെ തന്നെ ചൊല്ലിയിരുന്ന് പ്രാർത്ഥിക്കുകയെ. അങ്ങനെയാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമെന്ന് കർത്താവിനറിയാം. തൻ്റെ പിതാവ് അതിന് മറുപടി കൊടുക്കുമെന്ന് അറിയാം. ഇവിടെ നമ്മൾ വായിച്ചു വന്ന ഭാഗത്തിലേക്ക് വരുമ്പോൾ ലൂക്കോസിന്റെ 18-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ പറയേ മടുത്തു പോകാതെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഇന്നല്ലേ നാളെയല്ല നമുക്ക് എന്നാലും മറുപടി കർത്താവ് തന്നിരിക്കും. നമ്മൾ വിചാരിക്കും ഇന്ന് പ്രാർത്ഥിച്ച് മറുപടി കിട്ടിയില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറാൻ സമയമെടുക്കും, പക്ഷെ നമ്മുടെ പ്രാർത്ഥന നിർത്തരുത്. വാഗ്ദത്തം നിറവേറേണ്ടതാണെങ്കിൽ തീർച്ചയായും നിറവേറും. അതിന് നമ്മൾ പ്രാർത്ഥിക്കുന്ന തടസ്സം പിശാച് ഏതൊക്കെ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം. ആ ജീവിതത്തിൽ കൊണ്ടുവന്നാലും അതിന് പ്രാർത്ഥിച്ച് തടസ്സങ്ങളെ മാറ്റുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചേ മതിയാവുള്ളൂ. ഇല്ലെങ്കിൽ തടസ്സങ്ങൾ കൊണ്ടുവരും. പക്ഷെ ആ പ്രാർത്ഥനയാണ് നമ്മുടെ വാഗ്ദത്തത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. ഈ വാഗ്ദത്തത്തിലേക്ക് എത്തണമെങ്കിൽ ഈ പ്രാർത്ഥനയിൽ കൂടെ നമുക്ക് ആ വാഗ്ദത്തത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഈ വാഗ്ദത്തം നമ്മൾ മാത്രമല്ല കേട്ടത്, പിശാചും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രാർത്ഥിച്ചാൽ മാത്രമേ പിശാചിന് വ്യക്തമായി അറിയാം കർത്താവ് ക്രൂശിൽ മരിച്ചു കഴിഞ്ഞാലും പ്രശ്നം തന്നെയാണ്, ക്രൂശിൽ മരിച്ചില്ലെങ്കിലും പ്രശ്നമാണ്. ഇത് രണ്ടും അറിയാവുന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും കഷ്ടതയിൽ കൂടെ കർത്താവിനെ കടത്തിവിടണമെന്ന് പറയുമ്പോൾ കർത്താവ് ഈ സംഭവം നേരത്തെ അറിഞ്ഞ് മനസ്സിലാക്കി പോയി പിന്നെയും ഈ വിഷയത്തിൽ പ്രാർത്ഥിക്കുകയും അതിന് പിടിച്ചു നിൽക്കാനുള്ളൊരു കൃപ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മടുത്തു പോകാതെ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. നമുക്ക് നമ്മളോട് പറഞ്ഞ ദൈവത്തിന്റെ ആലോചനകൾ അത് ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ മടുപ്പ് വരാം, ചിലപ്പോൾ നമുക്ക് നിരാശ വരാം, സങ്കടങ്ങൾ വരാം, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കാം. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിലേക്ക് അത് എത്താൻ അല്ലെങ്കിൽ ആ വാഗ്ദത്തത്തിലേക്ക് എത്താൻ വേണ്ടി വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ വരാം. ആ തടസ്സങ്ങൾ മാറാൻ വേണ്ടി മടുത്തു പോകാതെ നമ്മൾ പ്രാർത്ഥിച്ചേ മതിയാവുള്ളൂ. കർത്താവിടെ വ്യക്തമായി പറയുന്ന ഒരു സംഭവം ശ്രദ്ധിച്ച് കേൾക്കണം. അനീതിയുള്ള ന്യായാധിപന് പോലും മനസ്സലിവ് തോന്നി, എന്നാൽ കർത്താവിന് മനസ്സലിവുള്ളവനാണ്. അവിടെ എഴുതിയ വായിച്ചാൽ മനസ്സിലാകും. 7-ാം വാക്യത്തിൽ ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാണ്. അവിടെ വ്യക്തമായിട്ട് ദീർഘക്ഷമയുള്ളവൻ ആയാലും ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ദീർഘക്ഷമയുള്ളവനായാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് അങ്ങനെ ആണെങ്കിൽ പോലും ഇങ്ങനെ കിടന്ന് മടുത്തു പോകാതെ ഒരു സ്ത്രീ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വ്യക്തി കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും മറുപടി കൊടുക്കും. കർത്താവ് എത്രത്തോളം മനസ്സലിവുള്ളവനാണ്. ദൈവം നമ്മുടെ മനസ്സലിവ് തോന്നണമെങ്കിൽ എന്ത് നമ്മൾ ചെയ്യണം? നമുക്ക് ഈ 18-ാം അധ്യായത്തിൽ തന്നെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സംഭവം കാണാം. ആ 35 മുതൽ വായിച്ചു വരുമ്പോൾ ഒരു കുരുടൻ കർത്താവിനോട് യാചിക്കുന്ന ഒരു സംഭവം കാണാം. ജസ്റ്റ് ആ ഭാഗം ഒന്ന് വായിച്ചു പോകാം. അവൻ യെരിഹോവിനടുത്തപ്പോൾ ഒരു കുരുടൻ ഇരുന്നുകൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. പുരുഷാരം കടന്നുപോയി ഇരുന്നെന്ന് മാത്രമല്ല യാചിച്ചുന്നുണ്ടോ? ഭിക്ഷ യാചിച്ചുകൊണ്ട് വഴിയരികെ ഇരിക്കുകയായിരുന്നു. വഴിയരികെ ഇരുന്നിരുന്നു. പുരുഷാരം കടന്നു പോകുന്നത് കേട്ടു. ഇതെന്താ എന്ന് അവൻ ചോദിച്ചു. നസറായനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ അവനോട് അറിയിച്ചു. ഒരു കുരുടൻ അവിടെ ഇരുന്ന് അറിഞ്ഞു കർത്താവ് യേശു ക്രിസ്തു നടന്നു പോകുന്നു. അവന്റെ തൊഴിലായ അല്ലെങ്കിൽ അവൻ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് ആ കുരുടൻ ചെയ്തുകൊണ്ടിരുന്നത്. ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഭിക്ഷയാചകന്റെ രീതി എങ്ങനെയായിരിക്കും നമുക്ക് വ്യക്തമായി അറിയാം. യാചിക്കുന്ന ഒരു സ്വഭാവമുള്ളൊരു വ്യക്തിയാണ്. യാചിക്കുന്നവൻ വളരെ ക്ഷമാശീലനായിരിക്കും. അല്ലെങ്കിൽ അവൻ കയർത്ത് ഒരു വ്യക്തിയോട് പറയില്ല എനിക്ക് പൈസ തന്നിട്ട് പോടാന്ന് പറയത്തില്ല. അവൻ പറയുന്നത് നല്ല യാചനയോടെ എനിക്ക് വല്ലതും തരണമേ അല്ലെങ്കിൽ ആ ഒരു അപേക്ഷയോടെ ഒരു വ്യക്തിയോട് ചോദിക്കത്തുള്ളൂ. അങ്ങനത്തെ ഒരു വ്യക്തി യാചിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് യേശുക്രിസ്തു നടന്നു പോകണമെന്ന് അറിഞ്ഞ് അവൻ കേട്ടു. അവൻ അടുത്തിരുന്നിട്ട് എന്താ സംഭവം എന്തെന്ന് ചോദിച്ചപ്പോൾ യേശു നടന്നു പോകണു എന്ന് പറഞ്ഞപ്പോൾ അവൻ അവിടെ നിന്ന് ഉറക്കെ നിലവിളിക്കേ. അവരുടെ നിലവിളി ശ്രദ്ധിച്ച് കേൾക്കണം. അവൻ കർത്താവിനെ വിളിക്കുന്ന ഒരു വിളിയുണ്ട്. അവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. 38-ാം വാക്യം. അപ്പോൾ അവൻ യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. കർത്താവിനെ വിളിക്കുകയെ യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞു. ഇവിടെ ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. കർത്താവിനെ വിളിക്കുമ്പോൾ അവൻ ചോദിക്കുന്നത് അവന് കാഴ്ചയല്ല, അവനൊന്നുമല്ല. പക്ഷേ ആദ്യം അവന് കർത്താവിൽ നിന്ന് വേണ്ടത് കർത്താവിൽ നിന്ന് കരുണയാണ്. എനിക്ക് കർത്താവിൽ നിന്നൊരു കരുണ കിട്ടണം. അവൻ അപേക്ഷിക്കുമ്പോൾ ഉപേക്ഷിക്കാത്ത കർത്താവിനോടാണ് അപേക്ഷിക്കുന്നത്. എനിക്ക് കർത്താവെ എനിക്ക് കരുണ വേണം. അവൻ്റെ ജീവിതത്തിലൊരു വിടുതലിനോ അവൻ്റെ ജീവിതത്തിലെ രോഗത്തിനോ സൗഖ്യത്തിനോ അല്ല അവൻ ആദ്യം കർത്താവിനോട് ചോദിക്കുന്നത്. അവൻ കരുണയാണ് ചോദിച്ചത്. അവൻ ചോദിച്ചപ്പോൾ കൂടെ ഉള്ളവരെല്ലാവരും പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറഞ്ഞു. മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ മിണ്ടാതിരിക്കാൻ ശ്രമിക്കാതെ
എൻ്റെ കർത്താവായ യേശുവിനോട് പിന്നെയും അവൻ ഉറക്കെ നിലവിളിച്ച് ചോദിക്കുന്നതും പിന്നെയും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്നോട് കനിവ് അല്ലെങ്കിൽ കരുണ തോന്നണമേ എന്നാണ്. കർത്താവ് യേശുക്രിസ്തു നിന്നിട്ട് അവനെ വിളിപ്പിച്ചിട്ട് അവനോട് ചോദിച്ചു, നിനക്ക് എന്ത് വേണം? നീ എന്തിനാ എന്നെ വിളിച്ചത്? എന്തിനാണ് നിന്നോട് എൻ്റെ നിന്നുള്ള കരുണ വേണ്ടത്? എന്തിനു വേണ്ടിയായിരുന്നു നീ എന്നെ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച വേണം. അവൻ ആദ്യമേ വിളിച്ചത് എൻ്റെ ആവശ്യമല്ല, എനിക്ക് വേണ്ടത് കർത്താവ് യേശുക്രിസ്തു എന്ന കരുണയാണ്. കരുണ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും എനിക്ക് എന്തും കിട്ടും. എൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ എനിക്ക് വേണ്ട വിടുതലും കർത്താവ് യേശുക്രിസ്തുവിൽ നിന്ന് കിട്ടും. അവൻ ചോദിച്ചപ്പോൾ ആദ്യം ചോദിച്ചത് കരുണയാണ്. കർത്താവ് യേശുക്രിസ്തുവിന് കരുണ ലഭിച്ചത് കൊണ്ടാണ് കർത്താവ് അവിടെ നിന്ന് അവനെ തിരിഞ്ഞു നോക്കി അവനെ വിളിപ്പിക്കാനിടയായത്. കർത്താവ് നമ്മുടെ അപേക്ഷ കേൾക്കണമെങ്കിൽ ആദ്യം നമ്മോട് കരുണ കാണിക്കണം കർത്താവ്. നമ്മളെ ചോദിക്കേണ്ട വിഷയം ആദ്യം നമ്മൾ നേരെ വന്നിട്ട് ചോദിക്കുന്നത് നമ്മുടെ ആവശ്യത്തിൻ്റെ വിടുതലാണ്. പക്ഷെ വിടുതലിനെക്കാട്ടും വേണ്ടത് കർത്താവിൽ നിന്നൊരു കരുണ, അല്ലെങ്കിൽ കർത്താവ് നമ്മളോട് കമ്പാഷൻ അല്ലെങ്കിൽ മനസ്സലിവ് കാണിച്ചാലേ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തുള്ളൂ. കുരുടൻ പ്രാർത്ഥിച്ചതും അല്ലെങ്കിൽ നിലവിളിച്ചത് വിഷയം ഇങ്ങനെ, കർത്താവെ എന്നോട് കരുണ തോന്നണമേ. ആ കരുണ അവൻ കർത്താവിൽ നിന്ന് കിട്ടിയപ്പോൾ അവൻ അവൻ്റെ ആവശ്യം പറഞ്ഞു കർത്താവിനോട്. പറഞ്ഞപ്പോൾ കർത്താവിനോട് ചോദിച്ച് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കാഴ്ച ലഭിക്കണം. കർത്താവ് അവനോട് എന്താ പറഞ്ഞത്? ആ 42-ാം വാക്യം വായിച്ചാൽ മതി. യേശു അവനോട് കാഴ്ച പ്രാപിക്കുക, കാഴ്ച പ്രാപിക്കുക, നിന്നെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അവനൊരു വിശ്വാസമുണ്ട്. കർത്താവിനോട് കരുണ ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് കരുണ തരികയും കരുണ കിട്ടിയാൽ എൻ്റെ വിഷയത്തിന് വിടുതൽ കിട്ടും. ഈ ഒരു വിശ്വാസം അവനുണ്ട്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു വരുന്നു അല്ലെങ്കിൽ യേശു വരുന്നു എന്ന് അവൻ അറിഞ്ഞപ്പോൾ തന്നെ അവൻ യാചനയെല്ലാം നിർത്തി അവൻ കർത്താവിനോട് പോയി ചോദിച്ചതും കർത്താവിനോട് നിലവിളിക്കുന്നതും അവൻ ആദ്യം കരുണയാണ്. കർത്താവിൽ നിന്ന് എനിക്കൊരു കരുണ ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ സംഭവിക്കുന്നൊരു വിശ്വാസമുണ്ട് അവന്. ആ വിശ്വാസമാണ് കർത്താവ് പറയുന്നത്, നിൻ്റെ വിശ്വാസമാണ് നിന്നെ രക്ഷിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നീ കാഴ്ച പ്രാപിക്കുക. നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ ആദ്യം വേണ്ടത് കർത്താവിൽ നിന്ന് കരുണ വേണം. കരുണ കർത്താവിൽ നിന്ന് ലഭിച്ചാൽ നമ്മൾ ചോദിക്കുന്ന വിഷയത്തിന് വിടുതലാണ്. കാരണം കർത്താവിൽ നിന്ന് കരുണ കിട്ടണമെങ്കിൽ ആദ്യം വേണ്ട ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കണം. മത്തായി സുവിശേഷം 5-ാം അധ്യായം 7-ാം വാക്യം വായിച്ചാൽ അതിൻ്റെ ഉത്തരം കിട്ടും. മത്തായി സുവിശേഷം 5-ാം അധ്യായം 7-ാം വാക്യം. എന്താണ് കർത്താവ് ജനത്തോട് പറഞ്ഞതാണ്? കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. എവിടെ നിന്നാണ് ഈ കരുണ ലഭിക്കേണ്ടത്? നമുക്ക് കർത്താവിൽ നിന്ന് നമുക്ക് കരുണ അല്ലെങ്കിൽ മനസ്സലിവ് നമുക്ക് കർത്താവിൽ നിന്ന് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കരുണ കാണിക്കണം. കർത്താവോട് പറയുന്നൊരു സംഭവം ശ്രദ്ധിച്ച് കേൾക്കണം. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. നമ്മൾ കരുണയുള്ളവരാണെങ്കിൽ നമുക്ക് തീർച്ചയായും ദൈവത്തിൽ നിന്ന് കരുണ ലഭിക്കും. ഈ കുരുടനും കർത്താവിനോട് അപേക്ഷിച്ചത് ഇത്രയും മാത്രമേ ഉള്ളൂ, കർത്താവെ എന്നോട് കരുണ തോന്നണമേ. കർത്താവ് അവനോട് കരുണ കാണിക്കാൻ അല്ലെങ്കിൽ മനസ്സലിവ് കാണിക്കാനുള്ള ഒറ്റ കാരണം അവൻ മനുഷ്യനോട് അല്ലെങ്കിൽ അവൻ അവിടെ യാചിക്കുമ്പോൾ അവൻ കാണിച്ചത് മറ്റുള്ളവരോടുള്ള കരുണയാണ്. അവൻ ആരോടും പിടിച്ചു പറിക്കാനോ അവൻ അറിയത്തില്ല, അവൻ കണ്ടിട്ടില്ല, കാഴ്ചയില്ല. പക്ഷെ അവൻ യാചനയോടെ മനോഭാവത്തോടെയാണ് അവൻ മറ്റുള്ളവരോട് യാചിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, യാചിക്കുന്നവൻ ഒരിക്കലും കയർത്ത് സംസാരിക്കുവാനോ അല്ലെങ്കിൽ അവൻ്റെ രീതിയിലുള്ള സംസാരം ശ്രദ്ധിക്കണം. അവൻ യാചനയോടുള്ളൊരു ക്ഷമ അല്ലെങ്കിൽ ദയോടായിരിക്കും എല്ലാവരോടും സംസാരിക്കുന്നത്. എനിക്ക് വല്ലതും തരണേ, എനിക്ക് എന്തെങ്കിലും തരണേ, എനിക്കറിയത്തില്ല ആരാ എൻ്റെ മുന്നിൽ നിൽക്കുന്നത്, പക്ഷെ ഒരു വളരെ ദയാലുവായിട്ടായിരിക്കും അവൻ സംസാരിക്കുന്നത്. അവൻ ചോദിക്കുന്നത് കരുണയാണ്, കർത്താവിൽ നിന്നും ചോദിച്ചത് കരുണയാണ്. കർത്താവെ എന്നോട് കരുണ തോന്നണമേ. അവന് കർത്താവിൽ നിന്ന് കരുണ കിട്ടാനുള്ള കാരണം അവൻ്റെ ജീവിതത്തിലെ കരുണയാണ്. നമ്മൾ മറ്റുള്ളവരോടും എല്ലാവരോടും കരുണ കാണിക്കുകയാണെങ്കിൽ കർത്താവ് പറഞ്ഞ പോലെ നമ്മൾ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുകയാണെങ്കിൽ കർത്താവിൽ നിന്ന് നമുക്ക് കരുണ ലഭിക്കും. ഈ കുരുടന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ഭിക്ഷ അയച്ചുകൊണ്ടുന്ന വ്യക്തിക്ക് കരുണ ലഭിക്കാനുള്ള കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവം നമ്മളോടും കരുണ കാണിക്കും. കർത്താവ് അവൻ തൊട്ടിട്ട് സൗഖ്യം കൊടുത്തതിന് ശേഷം അവൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ അല്ലെങ്കിൽ വഴി തുറന്നു കൊടുത്തതിൻ്റെ സംഭവത്തിൻ്റെ കാരണം അവൻ കർത്താവിനോട് ചോദിച്ചതും കർത്താവിന് മനസ്സലിവ് കാണിക്കാനുള്ള കാരണം അവൻ്റെ ജീവിതത്തിലെ കരുണയാണ്. അവൻ മറ്റുള്ളവരോട് കരുണ കാണിച്ചു, അവൻ്റെ ജീവിതത്തിൽ കരുണ ലഭിച്ചു, അവൻ്റെ ജീവിതത്തിൽ വിടുതൽ കിട്ടി. കർത്താവ് അവനോട് പറഞ്ഞു, നിന്റെ വിശ്വാസം ആണ്, നിനക്ക് ഇങ്ങനൊരു വിശ്വാസമുണ്ട്, എന്നോട് കരുണ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ നിന്ന് കരുണ കിട്ടും, നീ എന്നോട് ചോദിച്ചാൽ നിനക്ക് മറുപടി കിട്ടുമെന്നുള്ള ഒറ്റ ഉത്തരത്തിന്, ആ ചോദ്യത്തിനാണ് നിനക്ക് ഇന്ന് ഉത്തരം കിട്ടുന്നത്. നിന്റെ വിശ്വാസം പോലെ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചിട്ട് ജനമെല്ലാം കണ്ട് ദൈവത്തിന് പുകഴ്ച കൊടുക്കാൻ സാധിച്ചു. നമ്മൾ ഈ രണ്ട് ഭാഗത്തുനിന്ന് മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ കർത്താവ് പറഞ്ഞു മടുത്തുപോകാതെ നമ്മൾ പ്രാർത്ഥിക്കണം. മടുത്തുപോകാതെ പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ കർത്താവിനോട് കരുണ ചോദിക്കണം. കരുണ ചോദിക്കണമെങ്കിൽ നമ്മൾ കരുണയുള്ളവരാകണം.
കർത്താവിൽ നിന്ന് മനസ്സലിവ് കിട്ടിക്കഴിഞ്ഞാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനും കർത്താവ് മറുപടി തരും. എന്നാൽ അനീതിയുള്ള ന്യായാധിപനെ നോക്കുക, അവന് കരുണയില്ലാത്തവനാ, എന്നിട്ട് പോലും അവന് മനസ്സലിവ് തോന്നി ഈ വിധവയ്ക്ക് വേണ്ടി. അങ്ങനെയാണെങ്കിൽ മനസ്സുള്ളവൻ കർത്താവ് യേശു അല്ലെങ്കിൽ ദൈവം മനസ്സലിവുള്ളവനാകയാൽ, അങ്ങനെയാണെങ്കിൽ തീർച്ചയായും എനിക്ക് ആര് എൻ്റെ അടുത്തുനിന്ന് ചോദിക്കുന്ന ഏത് വിഷയത്തിനും മറുപടി തരാൻ എനിക്ക് കഴിയത്തില്ലേ? നമ്മൾ തിരിഞ്ഞു നോക്കി ചിന്തിക്കേണ്ട ഒരു സംഭവമാണ്. ദൈവസന്നിധിയിൽ വരുമ്പോൾ മടുത്തു പോകാതെ നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ വരുമ്പോൾ തന്നെ കരുണ കർത്താവിൽ നിന്ന് ലഭിക്കണം. കരുണ ലഭിക്കണമെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോഴും നമ്മളെപ്പോഴും കരുണയുള്ളവരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൽ നിന്ന് നമുക്ക് കരുണ ലഭിക്കുകയും നമ്മൾ ചോദിക്കുന്ന വിഷയത്തിന് വിടുതൽ കിട്ടുകയും അത് എന്ത് തടസ്സം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും ആ തടസ്സം മാറ്റിത്തരാൻ ദൈവത്തിന് കഴിയും. നമ്മുടെ വാഗ്ദത്തം നിറവേറാൻ സമയമായെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിപ്പാൻ ശക്തനാണ്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാൻ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.
സ്വർഗത്തിനും ഉയർന്നു പൊങ്ങിയിരിക്കുന്ന സിംഹാസനയിരിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹവും ഇപ്പോഴും നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിച്ചുകൊണ്ടിരുന്ന നമ്മുടെ കർത്താവിൻ്റെ കൃപയും നമ്മുടെ കൂടെ താമസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും നമ്മൾ പാടിയ എല്ലാ പാട്ടിന്മേലും നമ്മൾ 9 പേരുടെ മേലും ഇന്നും എന്നും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ. നമുക്ക് ജയം തന്ന ദൈവത്തിനെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ.